So once again, good afternoon, everybody, and we have already seen that the boxer about the boxer Mary Kom, and we are almost finishing this lesson. So it's completing, going to be completed. The unbreakable. Before that, I asked you about some 29 states and their capitals in the morning. Yes or no? Did anybody try? Yeah, one. If you have tried, show me your thumb. 2, 3, 4. Joanna, try it. What about Joel Reginolds? You seem to be stuck there. Okay, that I will ask after a few minutes. Okay, let some more come. Let's complete this lesson, I think, first. So, we continue where we stopped in the morning and now we continue. Nothing can be bigger than the Olympics. I'm fortunate to have been able to test myself at that level. As I said in the morning, രാവിലെ ഞാൻ പറഞ്ഞായിരുന്നു എങ്ങനെ ഒളിമ്പിക്സിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും ഡ്രീം. ഓഫ് കോഴ്സ് വിന്നിങ് എ മെഡൽ ഈസ് കൺസിഡർഡ് ടു ബി ഗ്രേറ്റ്, ബട്ട് പങ്കെടുക്കുക, പാർട്ടിസിപ്പേഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എവറി ടൈം വി സേ പാർട്ടിസിപ്പേഷൻ ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ വിന്നിങ്. ജയിച്ചോ ഇല്ലയോ എന്നുള്ളത് സെക്കൻഡറി ആണ്. ഫസ്റ്റ് എന്ത് ചെയ്യാൻ, വി ഹാവ് ടു പാർട്ടിസിപ്പേറ്റ്. ഹിയർ ഓൾസോ നത്തിങ് ക്യാൻ ബി ബിഗർ ദാൻ ദി ഒളിമ്പിക്സ്. ഒളിമ്പിക്സിനേക്കാളും വലിയൊരു സ്പോർട്സ് മീറ്റ് ഇല്ല. So I am fortunate, I am lucky, fortunate means lucky to have been able to test myself at that level. അങ്ങനെ ഒരു മത്സരത്തിൽ പോയി പരീക്ഷിക്കുക, വിജയിക്കുക, പങ്കെടുക്കുക എന്നുള്ളത് ഇറ്റ്സ് മൈ what's that one? It's my luck, she says. But my aim was to was the gold and I could not fulfill it. നമുക്കറിയാം, ഒരു മത്സരത്തിൽ പങ്കെടുക്കുമ്പോൾ വിജയിക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ ട്രോഫിയാണ്, ട്രോഫി നേടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മത്സരിക്കുന്നത്. അതർവൈസ് ഇഫ് ഇറ്റ് ഇസ് എനി സ്പോർട്സ് ഈവന്റ്സ് ഓർ കോമ്പറ്റീഷൻസ് വി ട്രൈ ഫോർ ദ ഫസ്റ്റ് പ്രൈസ്. ഫസ്റ്റ് പ്രൈസിന് വേണ്ടിയിട്ട് ശ്രമിക്കുമ്പോൾ ചിലപ്പോൾ സെക്കൻഡ് ആയി പോകാം, അല്ലെ തേർഡ് ആയി പോകാം. സോ I am looking ahead to the Rio Games with the gold medals as a goal. In London, I did not fight in my weight category 48 kg. I fought in the 50 kg category. In Rio, they are adding 3 more weight categories to the existing 3. If they introduce a 48 kg category, I think I can really get the goal. I still have the will. Will power we say. What is will? Will എന്ന് പറഞ്ഞാൽ എന്താ? എന്ന് പറഞ്ഞാൽ ആഗ്രഹം, സ്ട്രോങ് വിൽ, സ്ട്രോങ് വിഷ്, ഭയങ്കരമായ ആഗ്രഹമാണ് എന്ത്? വിൽ. ഓക്കെ, അപ്പോൾ അടുത്ത ഒളിമ്പിക്സിൽ ഞാൻ അന്ന് പറഞ്ഞത്, ഇപ്പം മേരി അന്ന് പറഞ്ഞത് അടുത്ത ഒളിമ്പിക്സിൽ 48 kg കാറ്റഗറി ഉണ്ടെങ്കിൽ ഞാൻ വിജയിക്കുന്ന. വടംവലിയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? വടംവലി എങ്ങനെയാ? ചുമ്മാ തോന്നുന്ന പോലെ എടുത്ത് വലിക്കുവാണോ? അല്ല. വടംവലി ടീമിൽ എത്ര പേരാ ഉള്ളത്? ഒരു ടീമിൽ എത്ര പേരാ സാധാരണ? ഐഡിയ ആർക്കേലും? ഒരു ടീമിൽ 7 പേരാ സാധാരണ മത്സരിക്കുക. ഓക്കെ, ചിലർക്കത് 6 ആകാറുണ്ട്. എങ്കിലും പിന്നെ ഇതിൽ തന്നെ വെയിറ്റ് കാറ്റഗറി ഉണ്ട്. ഇത്ര കിലോ പാടുള്ളൂ, ഒരു ടീമിന്റെ വെയിറ്റ് മൊത്തം ഇത്രേ പാടുള്ളൂ, അങ്ങനെയുണ്ട്. അത് പല രീതിയിൽ വലിക്കും. നമ്മൾ ഷോൾഡറിൽ ഇട്ടിട്ട് വലിക്കും, തിരിഞ്ഞു നിന്ന് വലിക്കും, അല്ലാതെ വലിക്കും, ഏത് രീതിയിൽ വേണേലും വലിക്കാം. പക്ഷെ വിന്നിങ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ്. വിജയിക്കുക എന്നുള്ളതാണ് പ്രധാനം. അതുപോലെ തന്നെ 48 kg കാറ്റഗറി, 50 kg കാറ്റഗറി, അടുത്ത ഒളിമ്പിക്സിൽ 48 kg കാറ്റഗറി ഉണ്ടെങ്കിൽ അതിൽ വിജയിക്കും എന്നാണ് ആത്മവിശ്വാസം പറയുന്നത് മേരി. പക്ഷെ അത് ആ ഒളിമ്പിക്സ് എല്ലാം കഴിഞ്ഞതാണ്, ഇത് അതിന് മുമ്പ് എഴുതിയതാണ്. Magnificent Mary is determined to overcome the odds as always. Magnificent Mary is what Mary is known as. Magnificent Mary എന്നാണ് ആരറിയപ്പെടുന്നത്? മേരി അറിയപ്പെടുന്നത്. Odds as always. As a pioneer of women's boxing in India,
Pioneer. Who is pioneer? Pioneer എന്ന് പറയുന്ന ഒരു സ്പോർട്ടിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇവന്റ്സിനെ ശരിക്കും സഹായിച്ച് വളർത്തിക്കൊണ്ട് വരുന്ന ആളാണ് പൈനിയർ എന്ന് പറയാറ് പൊതുവെ. പക്ഷേ ഇവിടെ ശരിക്കും അത് മേരിയെ കുറിച്ച് പറയുന്നതാണ്. സോ എനിഹൗ, പൈനിയർ of women's boxing in India, Mary is already an inspiration for many others who hope to follow her in her footsteps, including several young girls training at the MC Mary Kom Academy. നമുക്കറിയാം മേരി കോം അക്കാഡമിയിൽ ഇഷ്ടംപോലെ പാർട്ടിസിപ്പൻസ് ഉണ്ട്, എന്തില് ട്രെയിനിങ് എടുക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെല്ലാം നമുക്കറിയാം, ഇവർക്കെല്ലാം ഒരു ഇൻസ്പിരേഷൻ ആണ് ആര്? വാട്ട് ഈസ് ഇൻസ്പിരേഷൻ? വാട്ട് ഈസ് മെന്റ് ബൈ ഇൻസ്പിരേഷൻ? just try. Inspiration. Inspire. അതിന്റെ അർത്ഥം അറിയാം, മലയാളത്തിൽ ഇങ്ങനെ പറയുന്നത്. സോ ഇൻസ്പിരേഷൻ നമ്മൾ മലയാളത്തിൽ കൃത്യമായി പറയുവാണ് പ്രചോദനം. പ്രചോദനം, ഓക്കെ, പ്രചോദനം, ഒരു പ്രോത്സാഹനം. നമുക്കത് ഒരാളെ കണ്ടിട്ട് നമുക്ക് ആ സ്പോട്ടിലേക്ക് പോകാൻ തോന്നുന്നതാണ് ഇൻസ്പിരേഷൻ. സോ ഇൻസ്പിരേഷൻ ടു മെനി. I am very proud because I have done something special for India. ഇന്ത്യക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. ആര്? മേരി. Yes or no? ഇവിടെ ആരോമലൊക്കെ ഉള്ള അവിടെ ഉണ്ടോ? കേൾക്കുന്നുണ്ടോ? യൂസഫ്? No response? Okay. So if I can achieve more in future, that will be great. I am working hard and training with the full focus. നമുക്കറിയാം, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ട്രെയിനിങ് ഇഷ്ടം പോലെ വേണം എങ്കിലേ നമുക്ക് ജയിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അർജുൻ ഇപ്പൊ റേഞ്ച് കിട്ടുന്നുണ്ടോ? അർജുൻ കേൾക്കുന്നുണ്ടോ? അർജുൻ പി രാജ്? ഓക്കെ. Then of course I miss my family and the children. I miss them very much, but this is a sacrifice I have to make for my country and I will do my level best. രാജ്യത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? നമുക്ക് ഫാമിലിയൊക്കെ ചിലപ്പോൾ മിസ്സാകും. എപ്പോഴും ഫാമിലി മെമ്പേഴ്സിനെ കൂടെ കൊണ്ടുപോകാൻ പറ്റുമോ? ഇംപോസിബിൾ. സോ വാട്ട് ഹാപ്പൻസ്? മിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ ദാറ്റ് ഇസ് എ സാക്രിഫൈസ്. അത് ഞാൻ ബലി കഴിക്കുക. എന്തിനാ? രാജ്യത്തിന് വേണ്ടി. മേരി കോം ഹാസ് ജോയിൻഡ് ദ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ്. ഇച്ചിരി സ്പീഡിൽ പോകുന്നത് സമയം കുറവായതുകൊണ്ടാണ്. മേരി കോം ഹാസ് ജോയിൻഡ് ദ പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ്. പെറ്റ എന്ന് പറയും. പെറ്റ, PETA, പെറ്റ. People, P for people, E for ethical, T for treatment, and A for animals. Program in promoting its humane education program, compassionate children, citizen. You know, human. We are all human beings. Halima, കേൾക്കുന്നുണ്ടോ? Halima? Okay. So here it is. നമുക്കറിയാം human beings. What is the spelling of human? Human എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് എന്താ? HUMAN. Okay, HUMAN. Good. Human, മനുഷ്യനെ സംബന്ധിക്കുന്നതാണ് human. Okay, മനുഷ്യ സംബന്ധം, human beings. ഇവിടെ തന്നിരിക്കുന്നത് ഹ്യൂമെയിൻ എന്നാ വായിക്കുന്നത്. ഹ്യൂമെയിൻ, HUMANE ഉണ്ട്. ഇയും കൂടെ ചേർന്നപ്പോൾ അത് ഹ്യൂമെയിൻ എന്നാണ് വായിക്കുന്നത്. Okay, ഹ്യൂമെയിൻ മീൻസ് വാട്ട്? ദയയുള്ള, കരുണയുള്ള, ബാക്കിയുള്ള സഹജീവികളോട് കരുണയുള്ളതാണ് ഹ്യൂമെയിൻ. Got it all? First one human ആണ്, second one humane ആണ്. Okay, so we'll complete this one and then go for the questions. Okay, she has also spoken for the need of self-defense training for women. Every woman must get trained for self-security. This should be made an essential part of studies. ഇവിടെ കുറച്ച് ഗേൾസ് ഉണ്ട്.
ആതിര, ഹലീമ ആൻഡ് ജുവാന 3 പേര്. ഓക്കെ. അല്ലെങ്കിൽ ബോയ്സിനോട് കൂടെ എത്ര പേർക്ക് കരാട്ടെ അറിയാം? 1. ഇവിടെ ഹൈനാഥിന് അറിയാം, അർജുൻ അറിയാം, ഹെവൻ, ജുവാന, ആതിര. ഓക്കെ, എല്ലാവർക്കും കുറെ പേർക്കൊക്കെ അറിയാം. എന്തിനാ കരാട്ടെ? ബാക്കിയുള്ളത് നമുക്ക് തോന്നുന്ന പോലെ ഇരിക്കാനാണോ? സെൽഫ് ഡിഫെൻസിന് വേണ്ടി. വെരി ഗുഡ്. സെൽഫ് ഡിഫെൻസിനാണ്. എന്ത്? ഒരു രക്ഷയില്ലാതെ വന്നാൽ മാത്രം സെൽഫ് ഡിഫെൻസിന്, സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടി മാത്രമാണ്. അല്ലാതെ അങ്ങോട്ട് എനിക്ക് കരാട്ടെ അറിയാം, നിനക്ക് 2 തന്നേക്കാന്ന് പറയാനാണോ? അല്ല. അത് ഗർവ് കാണിക്കാനല്ല, പ്രൈഡ് കാണിക്കാനല്ല, പിന്നെന്താ? നമുക്ക് സെൽഫ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് എപ്പോഴേലും രക്ഷപ്പെടാൻ പറ്റാതെ അവസ്ഥ വന്നാൽ രക്ഷപ്പെടാനാണ്. So here also she says every woman, every girl should be getting self defense education training. അതായത് കരാട്ടെ ആണേ കരാട്ടെ, കളരി ആണേ കളരി, കുംഫു ആണേ കുംഫു, എന്താണേലും പഠിച്ചിരിക്കണം. നമുക്കറിയാം ഇപ്പൊ ഇഷ്ടംപോലെ ഗേൾസിനെതിരെ അല്ലെങ്കിൽ വുമണെതിരെ ഇഷ്ടംപോലെ ഹരാസ്മെന്റ്, ഇഷ്ടംപോലെ പീഡന കഥകളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിൽ നിന്നെല്ലാം ഒരു പരിധി വരെ നമുക്ക് ഈ വക ആയോധന കലകളിൽ വൈദഗ്ധ്യം ഉണ്ടെങ്കിൽ, നമുക്ക് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പൊ അതുകൊണ്ടാണ് മേരി പറയുന്നത് ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് ഫോർ വുമൻ. Mary, who idolizes the boxing legend Muhammad Ali for his willpower, said that she has begun live training for the 2014 Commonwealth Games in Glasgow. അതെല്ലാം കഴിഞ്ഞതാണ്. ഇത് അതിനു മുമ്പേ എഴുതിയ ലെസൺ ആയതുകൊണ്ടാണ്. ഓക്കെ, so here idolizes the boxing legend Muhammad Ali. Have you heard about Muhammad Ali? Muhammad Aliയെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ട്. ഹലീമ കേട്ടിട്ടുണ്ട്. ഓക്കെ, സോ he is a എന്താ പറയുന്നത്, ഇപ്പോഴും നമുക്ക് പറയാം ബോക്സിംഗ് ലെജൻഡ് എന്നാ അറിയപ്പെടുന്നത്. ഇതിഹാസമാണ് ബോക്സിംഗ്. ക്രിക്കറ്റിന്റെ ഇതിഹാസമാണ് സച്ചിൻ തെണ്ടുൽക്കർ അല്ലെങ്കിൽ ഡൊണാൾഡ് ബ്രാഡ്മാൻ എന്നൊക്കെ പറയുന്നത് പോലെ ബോക്സിംഗിന്റെ ഇതിഹാസമാണ് ആര്? മുഹമ്മദ് അലി. ഓക്കെ, അദ്ദേഹമാണ് ഐഡൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രതിരൂപം. അദ്ദേഹത്തെ നോക്കിയാണ് പഠിക്കുന്നത്. അദ്ദേഹത്തിന്റെ വിൽ പവർ, ഭയങ്കര സ്ട്രോങ് വിൽ പവർ. ഞാൻ അത് ജയിക്കും എന്ന് പറഞ്ഞാൽ ജയിച്ചിരിക്കും, അത്ര സ്ട്രോങ് വിൽ പവർ. സോ now my priority is to qualify for the Commonwealth Games, although a medal at the Rio Olympics is very tempting. She said Rio Olympics ഉം ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസ് എല്ലാം കഴിഞ്ഞതാണ്. ഇത് അതിനു മുമ്പ് പറഞ്ഞിരിക്കുന്നതാണ്. In April 2013, Olympic bronze medalist Mary Kom was conferred the Padma Bhushan for distinguished service of the high order in the field of sports. സ്പോർട്സിലെ വലിയ കാര്യങ്ങളൊക്കെ ചെയ്തത് കൊണ്ട്, അച്ചീവ്മെന്റ് നടത്തിയത് കൊണ്ട് 2013 മേരി കോമിനെ പത്മഭൂഷൺ നൽകി ആദരിച്ചു. കഴിഞ്ഞ ദിവസമല്ലായിരുന്നു, 2 ദിവസം മുമ്പല്ലായിരുന്നു, 3 ദിവസം മുമ്പല്ലായിരുന്നു റിപ്പബ്ലിക് ഡേ. അന്ന് കുറെ പത്മ അവാർഡ്സ് പ്രഖ്യാപിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടായിരുന്നു വാർത്തയില്? പത്രത്തിലൊക്കെ ഉണ്ട്. ഗുഡ്. അപ്പം അതെല്ലാം എന്താണ്? പത്മശ്രീ, പത്മഭൂഷൺ, വിഭൂഷൺ, ദ്രോണാചാര്യ എന്നൊക്കെ പറഞ്ഞ് കുറെ അവാർഡുകളുണ്ട്. ഇതെല്ലാം കൊടുത്തതാണ് അന്ന്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ലെസൺ, അത്രയേ ഉള്ളൂ. ഈസ് ദർ എനി ഡൗട്ട്? ഇത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? സ്പീഡിൽ പോകുന്നത് കുറച്ച് കൂടുതൽ തീരാനുള്ളത് കൊണ്ടാ. അഗൈൻ ഐ എം സേയിങ് നോ ഡൗട്ട്, നത്തിങ്. മേരി കോമിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. ദാറ്റ് ഷുഡ് ബി ആൻ ഇൻസ്പിരേഷൻ ടു അസ്. നമുക്ക് എല്ലാവർക്കും അതൊരു ഇൻസ്പിരേഷൻ ആയിരിക്കണം, അത്രയേ ഉള്ളൂ. ഇനി രാവിലെ പറഞ്ഞ കാര്യത്തിലേക്കുള്ള ചോദ്യത്തിലേക്ക് കടക്കാം. റെഡിയല്ലേ? ഓക്കെ, നമുക്ക് ഫസ്റ്റ് ലെസൺ ഒക്കെ ഇതങ്ങ് വേണമെങ്കിൽ മാറ്റി വെക്കാം. How many states are there in India? ആർക്കും പറയാം, ആദ്യം പറയാം, ആർക്കും പറയാം. 29 states. ഓക്കെ, സോ ഇവിടെ നമുക്ക് ജോയൽ റെജിനോൾഡ് രാവിലത്തെ ക്ലാസ്സിൽ ഉണ്ടായിരുന്നല്ലോ? ഉണ്ട്. ഓക്കെ, നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഏതൊക്കെയാ? അതിന്റെ പേരെന്ന് പറയാമോ?
സെവൻ സിസ്റ്റേഴ്സ് എന്ന് ഞാൻ പറഞ്ഞില്ല അത് രാവിലെ. മണിപ്പൂർ, മണിപ്പൂർ. വേഗം പറഞ്ഞല്ലേ, ഇവിടെ ഹരിനാഥ് ഇവിടെ റെഡി ആയിട്ടിരിക്കുക. മണിപ്പൂർ എന്നാ ഹരിനാഥ് എന്ന് പറഞ്ഞു നോക്കി. നാഗാലാൻഡ്, ആസാം, മണിപ്പൂർ. 3 ആയി. 4 സിസ്റ്റർമാരും കൂടെ വേണം. ബാക്കി പറയാൻ പറ്റുമോ ജസ്റ്റസ്? നാഗാലാൻഡ്, ആസാം, മേഘാലയ, മണിപ്പൂർ, അരുണാചൽ പ്രദേശ്, ത്രിപുര, ഉള്ളത് എം കൂട്ടിയാണ്, എം കൂട്ടി മിസ്സിംഗ് ഉള്ളത്. മിസോറാം. ഓക്കെ, ഗുഡ്. സോ മണിപ്പൂർ, മേഘാലയ, മിസോറാം, നാഗാലാൻഡ്, ത്രിപുര, ആസാം ആൻഡ് അരുണാചൽ പ്രദേശ്. ഇതിന്റെ എല്ലാം ക്യാപിറ്റൽസ് അറിയാവോ? ഇച്ചിരി വിഷമം ഉണ്ടാവും. ആദ്യം കുറച്ച് സ്റ്റേറ്റ്സിന്റെ പേര് പറഞ്ഞു. സാധാരണ നമ്മുടെ ഇപ്പുറമുള്ള സ്റ്റേറ്റ്സിന്റെ പേര് പറഞ്ഞു. ഇപ്പൊ ഈ 7 സിസ്റ്റേഴ്സ് അല്ലാതെ വേറെ സ്റ്റേറ്റ്സ് ഇല്ലേ? പറഞ്ഞു. തമിഴ്നാട്, ഗോവ, കേരള. ഇപ്പൊ കേരളത്തിന് 3-ാം സ്ഥാനം കൊടുത്തിട്ടുള്ളൂ അല്ലേ? അല്ലെങ്കിൽ 1-ാം സ്ഥാനം ഒന്നാമത് പറയാനില്ലായിരുന്നു. ഓക്കെ, 3 വേറെ. കർണാടക, മഹാരാഷ്ട്ര എന്ന് പറഞ്ഞു. രാജസ്ഥാൻ, ഗുജറാത്ത്. നമുക്ക് 30-ാമത്തെ പറയാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ അതിലാ മ്യൂട്ട് ചെയ്തോ. ഹെവൻ പറയാൻ പറ്റുമോ ബാക്കി എന്തെങ്കിലും? ഉത്തർപ്രദേശ്, ആന്ധ്രാപ്രദേശ്. ഒരു കാര്യം ചെയ്യാം, ഞാനൊന്ന് ഓർഡറിൽ പറയാം. ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പൊസിഷൻ അനുസരിച്ച്, ആൽഫബറ്റിക്കൽ ഓർഡറിലല്ല, നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് മുകളിലേക്ക് പോവാം, അല്ലെങ്കിൽ മുകളിൽ നിന്ന് താഴേക്ക് വരാം. ഏതാ എളുപ്പം? ശരി, മുകളിൽ നിന്ന് താഴേക്ക് വരാം അല്ലെ? ഫ്രം നോർത്ത് ടു സൗത്ത്. റെഡി? ശരിക്കും കേട്ടാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. ഇതെല്ലാം ശരിക്കും പഠിച്ചിരിക്കേണ്ടതാണ്. ഒരു 2-3 ക്ലാസ് കഴിയുമ്പോഴത്തേക്കും പറഞ്ഞു കേൾപ്പിച്ചാൽ മതി. സോ ഫസ്റ്റ് വൺ, മോളിൽ നമുക്കറിയാം ജമ്മു കാശ്മീർ. തൊട്ട് താഴെ ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന, ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്. ഈ സൈഡിലേക്ക് വരാം. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്. 10 എണ്ണമായി. താഴെ മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, ബീഹാർ, ജാർഖണ്ഡ്, സിക്കിം. എത്രയായി? 22 ആയി. പിന്നെ 7 സിസ്റ്റേഴ്സിനെ കൂടെ കൂട്ടിയാൽ എത്രയായി? 29 ആയി. ഓക്കെ, ആ ഓർഡറിൽ തന്നെ പറയാൻ പറ്റും. നിങ്ങൾക്ക് ആ മാപ്പിൽ നോക്കി അതിന്റെ ആ ലൊക്കേഷൻ പഠിക്കണം. അപ്പൊ വളരെ എളുപ്പമാണ്. എവിടേക്ക് ഏതൊക്കെ സ്റ്റേറ്റ് എവിടേക്കാണെന്ന് അറിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് പറയാൻ പറ്റും. ഓക്കെ, വൺസ് അഗെയിൻ, ജമ്മു കാശ്മീർ, ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, ഹരിയാന. ഈ സൈഡ് വന്നിട്ട് പോവാം, ഇങ്ങനെ സൈഡിൽ കൂടെ. രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരള, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലങ്കാന, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ, UP, അതായത് ഉത്തർപ്രദേശ്, പിന്നെ ഉത്തരാഖണ്ഡ്, ബീഹാർ, ജാർഖണ്ഡ്, സിക്കിം. പിന്നെ 7 സിസ്റ്റേഴ്സ് ഏതൊക്കെ? മേഘാലയ, മിസോറാം, മണിപ്പൂർ, നാഗാലാൻഡ്, ത്രിപുര, അസം, അരുണാചൽ പ്രദേശ്.
ക്ലിയർ? 29. പിന്നെ ഇവിടെ ഡൽഹി ഉണ്ടോ? ഡൽഹി സ്റ്റേറ്റ് ആണോ? യൂണിയൻ ടെറിട്ടറി. സ്റ്റേറ്റ് അല്ല, പക്ഷെ സ്റ്റേറ്റിന്റെ പദവി കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ, ബട്ട് നോട്ട് കൺസിഡർഡ് ആസ് എ സ്റ്റേറ്റ്. കൗണ്ട് ചെയ്യുമ്പോൾ അതിൽ കൂട്ടില്ല, പക്ഷെ ക്ലിയർ എവരിബഡി? ഇതിന്റെ എല്ലാം തലസ്ഥാനമുണ്ട്. അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ നെക്സ്റ്റ് സാറ്റർഡേ ഐ വാണ്ട് ഒരു 10 എണ്ണം, ഏതെങ്കിലും 10 എണ്ണം എല്ലാവരും പഠിച്ചിരിക്കണം. ഓർഡർ വേണമെന്നില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള 10 എണ്ണം പഠിക്കാം. 10-ൽ കൂടുതലാണെങ്കിൽ ബെസ്റ്റ്, ബെറ്റർ. 29 പറഞ്ഞാൽ ബെസ്റ്റ്. ഓക്കെ, പഠിക്കാം. എത്ര പേർക്ക് പഠിക്കാൻ പറ്റും? ഷോ മീ ദ തമ്പ്. Yeah, okay, good. So that is, അതിന്റെ ക്യാപിറ്റൽസോടെ ഉണ്ട്. പഠിക്കുമ്പോൾ ക്യാപിറ്റൽസ് കൂട്ടി പഠിച്ചാൽ വളരെ എളുപ്പമാണ്. ജമ്മു കാശ്മീരിന്റെ തലസ്ഥാനം ഏതാ? ജമ്മു ആൻഡ് കാശ്മീരിന്റെ തലസ്ഥാനം ഏതാ? ശ്രീനഗർ ഉണ്ട്, പിന്നെ ജമ്മു ഉണ്ട്. അത് വിന്റർ ക്യാപിറ്റലും സമ്മർ ക്യാപിറ്റലും മാറി മാറി വരുന്നതാണ്. അതെ. പിന്നെ ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ പറയാൻ പറ്റുമോ? വെരി കൂൾ പ്ലേസ് ആണ്, ഹിൽ സ്റ്റേഷൻ ആണ്. ഷിംല. ഷിംല, ഗുഡ്, ഷിംല. പഞ്ചാബിന്റെ ക്യാപിറ്റൽ? ചണ്ഡീഗഡ്. ഹരിയാനയുടെ ക്യാപിറ്റൽ? സെയിം, ചണ്ഡീഗഡ്. രണ്ടിന്റെയും അത് തന്നെയാണ് ക്യാപിറ്റൽ. ഓക്കെ, ഹരിയാനയുടെയും പഞ്ചാബിന്റെയും ക്യാപിറ്റൽ ചണ്ഡീഗഡ് തന്നെയാണ്. ഉത്തരാഖണ്ഡിന്റെ ക്യാപിറ്റൽ another very important and very interesting place. Dehradun, good. Dehradun. ഉത്തർപ്രദേശ്? ഉത്തർപ്രദേശ് ഭാഗ്യവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ലക്നൗ. ഓക്കെ, താഴേക്ക് വന്നാൽ രാജസ്ഥാൻ. പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന സിറ്റി ഏതാ? ജയ്പൂർ. ഗുജറാത്ത്? ഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട മതി, ഗാന്ധിനഗർ. മഹാരാഷ്ട്ര? വെരി സിമ്പിൾ, മുംബൈ. ഇവനിവിടെ ഇരുന്ന് പറയുന്നുണ്ട് കേട്ടോ, ഹൈദരാബാദ് പറയുന്നുണ്ട്, അതാണ് മുംബൈ. പിന്നെ കർണാടക? ബംഗളൂരു. അതെ. കേരള? അത് പിന്നെ എല്ലാവർക്കും അറിയായിരിക്കും, തിരുവനന്തപുരം. തമിഴ്നാട്? ചെന്നൈ. മെയിൻ ചെന്നൈയാണ്. മറ്റേ പുതുച്ചേരി ഇത് കേന്ദ്രഭരണ പ്രദേശമായിട്ട് വരുന്നതാണ്. പിന്നെ ആന്ധ്രാപ്രദേശ്? ഹൈദരാബാദ്. ഇപ്പം ഹൈദരാബാദാണ്, അത് അമരാവതി ആയിട്ട് മാറും. അമരാവതി. തെലങ്കാന? അതെ. തെലങ്കാനയുടെ ക്യാപിറ്റൽ എന്താ? ഹൈദരാബാദ് തന്നെ. മധ്യപ്രദേശ്? ഭോപ്പാൽ. വിഷവാതക ദുരന്തം എന്നൊക്കെ കേട്ടിട്ടില്ലേ? 1986 നടന്നതാ. നിങ്ങളൊക്കെ ജനിക്കുന്നതിന് കുറെ പേര് മരിച്ചതാ, വിഷവാതകം വന്നത് ചോർന്നിട്ട്. പിന്നെ ഭോപ്പാൽ. അങ്ങനെയാകുമ്പോൾ ഛത്തീസ്ഗഡിന്റെ? റായ്പൂർ. ബീഹാർ? പാറ്റ്ന. ജാർഖണ്ഡ്? അതാണ് റാഞ്ചി, ധോനിയുടെ സ്ഥലം. പിന്നെ ഒഡീഷ? ഭുവനേശ്വർ. വെസ്റ്റ് ബംഗാൾ? അത് പിന്നെ ഈസി. നൈറ്റ് റൈഡേഴ്സ് ഏത്? IPL ഒന്നും കാണാൻ? കൊൽക്കത്ത, ഗുഡ്. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. പിന്നെ സിക്കിം? ഗാങ്ടോക്ക്. ഇനിയാണ് കുറച്ച് ദൂരം. അസാം? ദിസ്പൂർ. അരുണാചൽ പ്രദേശ്? ഇറ്റാനഗർ. ഗുഡ്. മണിപ്പൂർ? നേരത്തെ നമ്മൾ പറഞ്ഞതാ, ഇംഫാൽ. മേഘാലയ? കൊഹിമ. അല്ല, ഷില്ലോങ്. മിസോറാം?
Aizawl, Aizawl. yes, Aizawl. മിസോറ, മേഘാലയ. ഇനി ഏതാ? നാഗാലാൻഡ്, കൊഹിമ, കൊഹിമ. ത്രിപുര, Kohima. അഗർത്തല, അഗർത്തല. ഓക്കെ, ഗുഡ്. കുറച്ചു പേർക്ക് കുറെ അറിയാം, മുഴുവൻ തന്നെ അറിയാവുന്നവരുണ്ട്, കുറച്ച് അറിയാവുന്നവരുണ്ട്, ഒന്നും അറിയത്തില്ലാത്തവരും ഉണ്ട്. ഗോവയുടെ ചോദിച്ചില്ല. ഓക്കെ, ഗോവ, പനാജി. യെസ്, പനാജി, പനാജി എന്ന് നമ്മൾ പറയും, അവര് പറയുന്നത് പാഞ്ചി പാഞ്ചി എന്ന് പറയും. ഓക്കെ, സോ these are the states and their capitals. Try any 10 of these for the next Saturday. Okay, in the morning session I will try to ask. Ready? And now another one, I want to see the names once again. Adira is there present, Justus, Harinand, Shanif. Joel, Reginald, Vasudev, Manish, absent. Heaven, present. Jiva, George. സാറേ ഞാനുണ്ട്. ആര്? ജോയ് റെജിനോൾ. ജോയൽ റെജിനോൾഡ് ഉണ്ട്. ഓക്കെ. ജുവാന സിജു ഉണ്ട്. നിജാദ്, സോറി, നിജാദ്, യെസ്. ശ്രീവിഷ്ണു ഇല്ല. പിന്നെ ആര് രാവിലെ വരാത്ത ഇപ്പോൾ ഉള്ളത്? ഹലീമ. പിന്നെ അഫ്രാസ് യൂസഫ്. ഒരാൾ കൂടെ ഉണ്ടെന്ന്, അർജുൻ പീരാജ്. അർജുൻ പീരാജ് ഇപ്പൊ പോയി സാറേ. ഇപ്പൊ പോയതേ ഉള്ളൂ. ഓക്കെ, വന്നു അർജുൻ പീരാജ്. ഓക്കെ, സോ it's almost time. Let's stop now. No other special homework. If any homework is there, some hard words or something may be there, I will forward that one in the class group. You see and write in the notebook. Follow the instruction. Okay. Here you see, after the lesson there are some exercises here on the top. Try that one with the pencil. Multiple choice answers are there. Try that one with the pencil. First you read that lesson once again. Totally you want to read the lesson. That is the main homework. And then try this multiple choice answers. Try only using pencil. If mistaken, we will have to erase and write. Ready? Okay, that's it for now. Take care. See you in the next Saturday, next class. Until then, bye. Bye.